CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം കളിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രാഹുൽ KP ഒഡീഷ FC ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അഥവാ കൈമാറിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു ടീമിൽ പോയതിനു ശേഷം രാഹുൽ KP പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുവാൻ പോകുന്നത്. ഏതായാലും രാഹുൽ KPയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഈ ഒരു പുതിയ വെല്ലുവിളിക്ക് ഞാൻ വളരെയധികം തയ്യാറാണ്. ഒഡീഷ FC മാത്രമാണ് എന്നിൽ താല്പര്യം കാണിച്ച ഒരേ ഒരു ടീം എന്നുള്ളത്. അതിനാൽ ഇവിടെ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനമായി ഇത് കോച്ചിന്റെ തീരുമാനമായിരുന്നു. അതിനാൽ ഇത് അത്ഭുതകരം തന്നെയായിരിക്കും. കൂടാതെ എൻ്റെ ഏറ്റവും മികച്ചത് നൽകാൻ തന്നെയാണ് ഞാൻ ഈ ഒരു ടീമിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാമാണ് ഒഡീഷ FC പോയതിനു ശേഷം രാഹുൽ KP പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതായാലും ഒഡീഷ FC പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറോ രാഹുൽ KPയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഞങ്ങളുടെ കളിശൈലിയിൽ നന്നായി ഇണങ്ങുന്ന ഒരു കളിക്കാരൻ തന്നെയാണ്, അഥവാ നല്ലൊരു പ്രൊഫൈലാണ് രാഹുൽ KP എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരം എന്നുള്ളത്. അവൻ ഞങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് ഉറപ്പുമുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ വരവിലും കൂടാതെ തന്നെ അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്നതിലും ഞാൻ വളരെയധികം സന്തുഷ്ടൻ തന്നെയാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഒഡീഷ എഫ്സിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള സെർജിയോ ലൊബേറോ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ജീസസ് ജിമിനിസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു താരം പരിക്കിനെ തുടർന്നു കൊണ്ട് കഴിഞ്ഞ മത്സരമൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും മാർക്കസിന്റെ നിലവിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരമായിട്ടുള്ള ജനുവരി 13 ഒഡീഷ എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ അഥവാ സ്ട്രൈക്കിംഗ് പൊസിഷൻ ഭരിക്കുവാൻ വേണ്ടി ജീസസ് ജിമിനിസ് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതൊരു ട്രസ്റ്റബിൾ ന്യൂസ് തന്നെയാണ്. മാർക്കസ് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഇഷാൻ പണ്ഡിത എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരത്തെ കുറിച്ചാണ്. ഏതായാലും മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇഷാൻ പണ്ഡിത 7 അഥവാ 10 ദിവസത്തിനുള്ളിൽ തന്നെ പരിക്കൊക്കെ മാറി മുക്തനായിക്കൊണ്ട് വീണ്ടും പിച്ചിലേക്ക് തിരിച്ചു വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. താരം പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി ഡിസംബർ 7 നടന്ന ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ കളിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് താരത്തിന് വീണ്ടും പരിക്കേൽക്കുകയും വീണ്ടും വിശ്രമം വേണ്ടി വരികയും ചെയ്തു. താരം നിലവിൽ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. താരം ഉടനെല്ലാം തിരിച്ചു വരും, അഥവാ ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇഷാൻ പണ്ഡിത എന്ന ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വളരെയധികം പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി തന്നെയായിരുന്നു ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും നമ്മളെല്ലാവരും വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ഇഷാൻ പണ്ഡിതക്ക് ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുമില്ല. അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് ഇതുവരെയായിട്ടും പ്ലേയിങ് ടൈം അത്ര വലിയ രീതിയിലൊന്നും ലഭിച്ചിട്ടുമില്ല. ഇനി അടുത്തൊരു വാർത്തയിലേക്ക് കടക്കാം. പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തനായിട്ടുള്ള മാർക്കസ് മാർഗുലയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൈനിങ്ങുകൾ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈകിയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൈനിങ്ങുകൾ ഉറപ്പായും ഉണ്ടാവുന്നതാണ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഒട്ടേറെ താരങ്ങളുമായി ചർച്ച നടത്തി വരികയാണ്. ഒരു ഡിഫൻഡ് താരത്തെയും കൂടാതെ തന്നെ ഗോൾ കീപ്പറെയൊക്കെ ടീമിലേക്ക് എത്തുവാൻ വേണ്ടി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്തൊരു മത്സരം വരാൻ പോകുന്നത് ഒഡീഷ എഫ്സിക്കെതിരെ കൊണ്ടാണ്. ഏതായാലും ആ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരെ രാഹുൽ KP ബൂട്ട് കെട്ടാൻ ചാൻസുമുണ്ട്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.